ബാബരിയെ കുറിച്ച് നമുക്കറിയാം. 1528 പള്ളി സ്ഥാപിക്കപ്പെടുന്നത്. മിർബാക്കി ബാബറിന്റെ കാലത്ത് അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് മിർബാക്കിയാണത് പണി കഴിപ്പിക്കപ്പെടുന്നത്. 1528 പണി കഴിപ്പിക്കപ്പെടുന്ന മസ്ജിദുമായി ബന്ധപ്പെട്ട് ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു തർക്കം ഉണ്ടാവുന്നത്, ഒരു ക്ലെയിം ഉണ്ടാവുന്നത് ആ മസ്ജിദിനെ കുറിച്ചുള്ള അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. പെട്ടെന്ന് പറഞ്ഞു പോവാണ്. ഏകദേശം ഒരു 3 നൂറ്റാണ്ടുകൾക്കപ്പുറം 1857 മസ്ജിദുമായി ബന്ധപ്പെട്ടുള്ള ആദ്യമേ ഒരു ക്ലെയിം ഉണ്ടാവുന്നത്. അതിൽ തന്നെ അല്ലെങ്കിൽ മസ്ജിദുമായി ബന്ധപ്പെട്ടൊരു അവകാശവാദം ഉണ്ടാവുന്നത്. മസ്ജിദിന്റെ തൊട്ടടുത്ത് മസ്ജിദിനോട് ചേർന്ന് തന്നെ ഒരു തറ, ചബൂത്ര എന്ന് വിശദീകരിക്കുന്ന രാമന്റെ ജന്മസ്ഥലം എന്ന് പറഞ്ഞുകൊണ്ട് മസ്ജിദിന്റെ പരിസരത്ത് ചബൂത്ര എന്ന് പറയുന്ന ഒരു തറ സ്ഥാപിക്കപ്പെടുകയും പിന്നീട് ആ തറയെ കേന്ദ്രീകരിച്ച് 1885 കോടതിയിലേക്കൊരു ആവശ്യം വരികയാണ്. അതും ആ തറ കേന്ദ്രീകരിച്ച് ആരാധനാലയം നിർമ്മിക്കുവാനുള്ള അനുവാദം ലഭിക്കണമെന്ന അർത്ഥത്തിൽ ബ്രിട്ടീഷ് സർക്കാരിലേക്ക്, അന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്, ബ്രിട്ടീഷ് സർക്കാരിലേക്ക് ഒരു ആവശ്യം ഉന്നയിക്കപ്പെടുകയും ആ സന്ദർഭത്തിൽ അതിനെ ഒരു കേവലമായ പ്രശ്നമായിട്ട്, അപ്പോഴും കോടതിയിലെത്താത്ത ഒരു വിഷയം എന്നല്ല, ബ്രിട്ടീഷ് സർക്കാർ അതിൽ മധ്യസ്ഥം വഹിക്കുകയും ഈ തറക്കും മസ്ജിദിനുമിടയിൽ ഒരു മതില് പണി കഴിപ്പിച്ചുകൊണ്ട് അത് പരിഹരിക്കുകയും ചെയ്യുന്നതായിട്ട്, അല്ലെങ്കിൽ ആ പ്രശ്നം അവിടെ പരിഹരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതിനുശേഷമാണ് ആരാധനാലയം നിർമ്മിക്കണം, ഈ ചബൂത്ര കേന്ദ്രീകരിച്ച്, രാമന്റെ ജന്മസ്ഥലം എന്ന് പറയുന്ന ഈ പ്രദേശം കേന്ദ്രീകരിച്ച് ഒരു ആരാധനാലയം നിർമ്മിക്കണമെന്ന ആവശ്യമായിട്ട് പ്രദേശത്തെ ഹിന്ദു പുരോഹിതന്മാർ കോടതിയെ സമീപിക്കുന്നു. കോടതി അതില് ആ ആവശ്യത്തെക്കുറിച്ച് പോലും നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, അക്കാലത്തൊന്നും 3 നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ബാബരിയുമായി ബന്ധപ്പെട്ട ഒരു ക്ലെയിം ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ആ പ്രദേശവുമായി ബന്ധപ്പെട്ട ഒരു ക്ലെയിം ഉണ്ടാവുന്നത്. അവിടെ ഒന്നും ബാബരി മസ്ജിദിനകത്ത് രാമന്റെ ജന്മസ്ഥലമുണ്ട്, അതല്ലെങ്കിൽ അവിടെ മറ്റെന്തെങ്കിലും അർത്ഥത്തിലുള്ള മതപരമായ പ്രാധാന്യമുണ്ട് എന്ന അർത്ഥത്തിലുള്ള യാതൊരു ആവശ്യങ്ങളോ തെളിവുകളോ അതിലുണ്ടായിട്ടില്ല എന്ന് നമുക്കറിയാവുന്ന, അത് വളരെ പ്രത്യേകമായി മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ബാബരിയുടെ ഒരു ചരിത്രത്തെ മനസ്സിലാക്കുന്നിടത്ത്, അല്ലെങ്കിൽ ബാബരിയുമായി ബന്ധപ്പെട്ട കോടതി വ്യവഹാരങ്ങളെയും അതിനുമായി ബന്ധപ്പെട്ട തർക്കങ്ങളെയും മനസ്സിലാക്കുന്നിടത്തുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമെന്നാണ് ആമുഖമായിട്ട് അതിൽ സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം. പിന്നീട് 1857 1885 ശേഷം വീണ്ടും അയോധ്യ, അതല്ലെങ്കിൽ ബാബരി മസ്ജിദ് വീണ്ടും ചർച്ചകളിലേക്ക് വരുന്നത് 925 RSS രൂപീകരണം. അതിനുശേഷമുള്ള ഒരു ഇന്ത്യ ചരിത്രത്തിലാണ് ബാബരിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വീണ്ടും സജീവമാവുന്നത് നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ചും 934 രാജ്യവ്യാപകമായി സംഘടിപ്പിക്കപ്പെടുന്ന വലിയ ഹിന്ദു മുസ്ലിം കലാപങ്ങൾ, അതല്ലെങ്കിൽ മുസ്ലിം വംശഹത്യ ഉദ്ദേശിച്ചുകൊണ്ടുള്ള കലാപങ്ങൾ ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. ആ സമയത്താണ് വീണ്ടും ബാബരി മസ്ജിദ് എന്ന് പറയുന്നത് വലിയൊരു ചർച്ചയായി. അതല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു പബ്ലിക് സ്പേസിൽ ബാബരി മസ്ജിദിനെ കുറിച്ചുള്ള നേരത്തെ നിലനിന്നിരുന്ന ആരോപണങ്ങൾ RSS പുതിയൊരു രൂപത്തിൽ ഹിന്ദു മുസ്ലിം സംഘടനകളുടെ കലാപങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ RSS വീണ്ടും അത് ഉന്നയിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. പിന്നീട് 949 ചരിത്രം നമുക്കറിയാം. അവിടെ രാമായണ പഠന സംവിധാനം നടക്കുന്നു. അതിന്റെ ഒടുവിലത്തെ ദിവസം 949 ഡിസംബർ 22 വിഗ്രഹ സ്ഥാപനം നടക്കുന്നു. തൊട്ടടുത്ത ദിവസങ്ങളിലായിട്ട് മസ്ജിദ് അടച്ചുപൂട്ടപ്പെടുകയും പിന്നീട് 980-കളിൽ രാമജന്മഭൂമി പ്രസ്ഥാനം സജീവമാവുകയും പ്രത്യേകിച്ചും BJPയുടെ രൂപീകരണം, LK അദ്വാനി രംഗത്തേക്ക് വരുന്നത് 992 ബാബരി മസ്ജിദ് തകർക്കപ്പെടുന്നു. അതിനുശേഷമുള്ളൊരു ചരിത്രം അറിയാവുന്നതായിരിക്കും. പ്രത്യേകിച്ചും 2019 കോടതി വിധി, 2024 പ്രാണപ്രതിഷ്ഠാ ദിനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ടാവും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, RSSന്റെ ഒരു രൂപീകരണത്തിന് ശേഷം രാമജന്മഭൂമി അതല്ലെങ്കിൽ ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട തർക്കങ്ങളുടെയും വ്യവഹാരങ്ങളുടെയും ഒരു വികാസം നമ്മൾ ആലോചിച്ച് നോക്കിയാൽ അതിലാണ് കുറച്ചുകൂടി എങ്ങനെയാണ് ഒരു ചരിത്രം, അതല്ലെങ്കിൽ ആർക്കിയോളജി, ഹിസ്റ്ററി, ഇതിനപ്പുറത്തേക്ക് എങ്ങനെയാണ് ഒരു രാഷ്ട്രീയമായി സംഘപരിവാർ എങ്ങനെയാണ് ഇതിനെ ഉപയോഗപ്പെടുത്തുന്നതിനെ കുറിച്ച കുറച്ചധികം വിവരങ്ങൾ, അല്ലെങ്കിൽ കുറച്ചധികം ഇൻസൈറ്റുകൾ അതിൽ നിന്ന് ലഭിക്കുമെന്ന് വളരെ പ്രധാനമാണ്. രണ്ടാമത്തെ ഒരു കാര്യം, സംഘപരിവാർ ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്ന ധാരാളം അവകാശവാദങ്ങൾ പല ഘട്ടങ്ങളിലുണ്ട്. അതേസമയം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, 1528 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് 1528 ബാബരി മസ്ജിദ് സ്ഥാപിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ
അതിനേക്കാൾ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവിടെ രാമക്ഷേത്രം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവിടെ വലിയൊരു ആരാധനാലയം ഉണ്ടായിരുന്നു. ആ ആരാധനാലയം തകർക്കപ്പെട്ടിട്ടാണ് ക്ഷേത്രം ഉണ്ടായത് എന്ന ആ ഒരു അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണല്ലോ ഈ മൊത്തം വാദങ്ങൾ വികസിക്കുന്നത്. അതേസമയം ചരിത്രപരമായി ഏതെങ്കിലും അർത്ഥത്തിലുള്ള സംസ്കൃത പുസ്തകങ്ങൾ, അതല്ലെങ്കിൽ നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള ഒരു ശ്രീരാമക്ഷേത്രം അവിടെ ഉണ്ടായിരുന്നതിനെ കുറിച്ച് അക്കാലത്ത് ലഭ്യമായ പലതരത്തിലുള്ള പുസ്തകങ്ങൾ, സംസ്കൃത പുസ്തകങ്ങൾ, ഹിന്ദു ചരിത്രം അല്ലെങ്കിൽ ഇന്ത്യ ചരിത്രം പറയുന്ന പുസ്തകങ്ങൾ എവിടെയും അത്തരത്തിലുള്ള ഒരു പരാമർശം പോലും ഒരു ഘട്ടത്തിൽ പോലും ഉന്നയിക്കുവാൻ കഴിയുന്നില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രണ്ടാമത്തേത്, ഇന്ത്യയിലെ തന്നെ ഹിന്ദു ആരാധനാലയങ്ങളെ കുറിച്ചുള്ള പലതരത്തിലുള്ള പഠനങ്ങൾ ഇന്ത്യയിൽ ലഭ്യമാണെന്നിരിക്കെ ഒന്ന് ആ കാലത്ത്, പ്രത്യേകിച്ചും 1500 മുമ്പുള്ള ഒരു കാലത്തെ കുറിച്ചായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ട് തകർത്ത് ക്ഷേത്രം പണിയുക എന്ന് പറയും. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ അങ്ങനെ പ്രത്യേകിച്ചും ഹിന്ദു സമൂഹത്തിന്റെ ആചാരാനുഷ്ഠാന രീതികൾ വെച്ച് നോക്കി തന്നെ അത്തരത്തിൽ വലിയ ക്ഷേത്രങ്ങൾ നിർമ്മിച്ച് ആരാധന നടത്തുന്ന സ്വഭാവം ഇന്ത്യയിലെ ഹിന്ദു സമൂഹത്തിനകത്ത് ഏത് കാലം മുതലാണ് രൂപപ്പെടുത്തത് എന്നതിനെ കുറിച്ച ചർച്ചകൾ അങ്ങനെ ഒരു സാധ്യത തന്നെ ഇല്ലാതാക്കുന്നു എന്നത് ചരിത്രകാരൻ അതിനെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, സ്വാഭാവികമായും ഒരു മോണ്യുമെന്റ് എന്ന അർത്ഥത്തിൽ ആർക്കിയോളജി എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിജ്ഞാന ശാഖ വളരെ സജീവമായി ഇടപെടേണ്ടുന്ന ഒരു മേഖല കൂടിയാണ്. ബാബരി മസ്ജിദ് ബന്ധപ്പെട്ട് നമുക്കറിയാം, വളരെ സുപ്രധാനമായ 3-4 ഗവേഷണ ആർക്കിയോളജിക്കൽ സർവേ പര്യവേഷണങ്ങൾ ബാബരി മസ്ജിദ് ഭൂമിയിൽ നടക്കുന്നുണ്ട് എന്നതാണ്. അതിൽ ഒന്നാമത്തത് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ രൂപീകരണത്തിന് ശേഷം അതിന്റെ ആദ്യത്തെ ഡയറക്ടറായിരുന്ന അലക്സാണ്ടർ കന്നിംഗ്ഹാം അദ്ദേഹത്തിന്റെ 1862-63 കാലത്ത് ഇന്ത്യയിലെ പല ഭാഗങ്ങൾ സർവേ നടത്തുന്നതിന്റെ ഭാഗമായിട്ട് അയോധ്യയിലും UP-യിലെ തന്നെ ഇത്തരം പ്രദേശങ്ങളിലൊക്കെ വലിയ അർത്ഥത്തിലുള്ള സർവേകൾ നടത്തുന്നുണ്ട്. വലിയ അർത്ഥത്തിലുള്ള സർവേകൾ ആ കാലത്ത് നടക്കുകയും പ്രത്യേകിച്ചും ഈ അദ്ദേഹത്തിന്റെ പർപ്പസ് വേറെ ആയിരുന്നു. കുറച്ചുകൂടി ഈ വിദേശ ചരിത്രകാരന്മാർ ഇന്ത്യയെക്കുറിച്ച് എഴുതി വെച്ച ധാരാളം കാര്യങ്ങളിൽ നിന്ന് അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള പര്യവേഷണങ്ങൾ അവിടെ നടക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ആദ്യം നടക്കുന്ന ഈ ASAയുടെ നേതൃത്വത്തിൽ, അലക്സാണ്ടർ കന്നിംഗ്ഹാമിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ആദ്യത്തെ സർവേ, ആ പ്രദേശം മുഴുവൻ സർവേ നടത്തിയതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പോലും, ഒരു സന്ദർഭത്തിൽ പോലും മസ്ജിദിന്റെ അതല്ലെങ്കിൽ ക്ഷേത്രത്തിന്റെ പുരാതനമായ ഏതെങ്കിലും തരത്തിലുള്ള ആരാധനാലയങ്ങളുടെ എന്തെങ്കിലും അർത്ഥത്തിലുള്ള തെളിവുകൾ അവിടെ നിന്ന് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നീട് 1969-70 കാലത്ത് ബനാറസ് ഹിന്ദു സർവകലാശാലയിലെ പ്രൊഫസർമാരുടെ നേതൃത്വത്തിലും AK നാരായൺ, TN റോയ്, P സിംഗ് ഇത്തരം ആളുകളുടെ നേതൃത്വത്തിൽ ആ പ്രദേശത്ത് വലിയ അർത്ഥത്തിലുള്ള സർവേകൾ നടക്കുന്നുണ്ട്. ആ സന്ദർഭത്തിലും പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഇത്തരം സ്വഭാവത്തിലുള്ള തെളിവുകൾ പറയപ്പെട്ടിട്ടില്ല എന്നുള്ളത് പ്രധാനമാണ്. അതിനുശേഷം പിന്നീട് 1990 കാലത്ത് വളരെ പ്രസിദ്ധനായ BB ലാൽ, സംഘപരിവാർ സഹയാത്രികനായ BB ലാലിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സർവേ 1975-80 കാലത്താണ്. ആ സന്ദർഭത്തിൽ അദ്ദേഹം സർവേ നടത്തിയ സന്ദർഭത്തിൽ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ക്ഷേത്രത്തിന്റെ തെളിവുകൾ ബാബരി മസ്ജിദിന്റെ ഈ ഒരു പ്രദേശത്ത് കണ്ടെത്തിയതായിട്ട് ആ സമയത്ത് പ്രസിദ്ധീകരിക്കാതിരിക്കുകയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒന്നും ആ സമയത്ത് പുറത്തു വന്നിട്ടില്ല എന്നത് യാഥാർത്ഥ്യമായിരിക്കെ പിന്നീട് ഇതേ BB ലാലാണ് 1990-കളിൽ ഇന്ത്യയിൽ രാമജന്മഭൂമി പ്രശ്നം, അതല്ലെങ്കിൽ രഥയാത്ര, അദ്വാനിയുടെ രംഗപ്രവേശം, ഇതിനൊക്കെ ശേഷം RSS വാരികയിലാണ്, RSS പ്രസിദ്ധീകരണമായ മന്ഥനിലാണ് BB ലാൽ അയോധ്യയെ കുറിച്ച് ബാബരി മസ്ജിദ് നിന്ന പ്രദേശത്ത് നിന്ന് ഞാൻ നേരത്തെ 1975 സർവേ നടത്തിയ കാലത്ത് ഒരു രാമക്ഷേത്രത്തിന്റെ എന്ന് തോന്നിക്കുന്ന സ്വഭാവത്തിലുള്ള തൂണുകൾ എന്ന് തോന്നിക്കുന്ന സ്വഭാവത്തിൽ ഇഷ്ടികൾ കണ്ടെത്തി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഇതിൽ ആർക്കിയോളജിയെ ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു മൊമെന്റ് ഇതാണ്. അതിനെക്കുറിച്ച് തന്നെ അന്നത്തെ ധാരാളം ചരിത്രകാരന്മാർ ഈ ഒരു കാര്യത്തെ ചോദ്യം ചെയ്യുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. പിന്നീട് 1992 ശേഷം ബാബരി മസ്ജിദ് കർഷകരുടെ തകർക്കപ്പെടുന്നു. 92 ശേഷവും 2002 GPR സർവേ അവിടെ നടക്കുന്നുണ്ട്. അതിനുശേഷം 2003 വലിയ അർത്ഥത്തിലുള്ള സർവേകൾ, ആർക്കിയോളജിക്കൽ ASAയുടെ നേതൃത്വത്തിൽ വലിയ സർവേകൾ അവിടെ നടക്കുന്നുണ്ട്. ഈ ഘട്ടത്തിൽ 1992 മുമ്പ് നടന്ന സർവേകളിൽ ഒന്നിലും ആകസ്മികമായി നടന്നതും ബാബരി മസ്ജിദിനെ അതല്ലെങ്കിൽ അതിന് മുമ്പ് നടക്കുന്നതൊക്കെ സ്വാഭാവികമായിട്ടും പൊതുവായി നടക്കുന്ന ആർക്കിയോളജിക്കൽ സർവേകളായിരിക്കും. അവിടെ ഒന്നും നടക്കാത്ത അതല്ലെങ്കിൽ അവിടെ ഒന്നും പ്രത്യേകിച്ച് കണ്ടെത്തപ്പെടാത്ത ഒന്ന് പിന്നീട് 1992 ശേഷം ബാബരി മസ്ജിദ് തകർത്ത കേസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത്, അതല്ലെങ്കിൽ കുറച്ചുകൂടി പിന്നെ മസ്ജിദ് തകർക്കപ്പെട്ടതിന് ശേഷം നടക്കുന്ന സർവേകളിലാണ് ഏതെങ്കിലും അർത്ഥത്തിൽ പറയപ്പെടാവുന്ന ചില തെളിവുകൾ കാണുന്നത്. അതിനെക്കുറിച്ച് തന്നെ ധാരാളം ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നതാണ്. ഇതാണ് 1522 മുതൽ 2024 വരെയുള്ള ഒരു ബാബരി മസ്ജിദിന്റെ ടൈം ലൈൻ, അതിന്റെ ഒരു ഹിസ്റ്ററി എടുത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതൊരു ഘട്ടത്തിലും
ചരിത്രപരമോ അല്ലെങ്കിൽ ആർക്കിയോളജിക്കൽ ആയിട്ടുള്ള യാതൊരു തെളിവുകളും ഇല്ലാതെ എങ്ങനെയാണ് ഒരു മുസ്ലിം ആരാധനാലയം തകർക്കപ്പെടുന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് ആണ് യഥാർത്ഥത്തിൽ ബാബരി മസ്ജിദിന്റെ ടൈം ലൈൻ. അതിന്റെ ഒരു 1528 മുതൽ പ്രാണപ്രതിഷ്ഠ വരെയുള്ള അതിന്റെ ഒരു ടൈം ലൈൻ എടുത്തു നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. ഇതേ സ്വഭാവത്തിലാണ് പല കാര്യങ്ങളിലും പല സന്ദർഭങ്ങളിലും വലിയ അർത്ഥത്തിലുള്ള ആവർത്തനങ്ങളും സാമ്യതകളുമാണ് യഥാർത്ഥത്തിൽ ഈ മധുര ഈദ്ഗാഹ് മസ്ജിദിനെ കുറിച്ചും അതേപോലെ തന്നെ നിലവിൽ വാരണാസി ഗ്യാൻവാപ്പി മസ്ജിദിനെ കുറിച്ച് നമ്മൾ പഠിച്ചു നോക്കിയാൽ ഇതേ അർത്ഥത്തിലുള്ള ഒരു സാമ്യതയും അതേപോലെ തന്നെ വലിയ സ്വഭാവത്തിലുള്ള ഇതേ പ്രൊസീജിയറായിട്ടും അതേപോലെ തന്നെ ഇത് ഉന്നയിക്കുന്ന രീതിയിലും ഇതിലെ കോടതി വ്യവഹാരങ്ങളിലും അതേപോലെ തന്നെ സംഘപരിവാർ എങ്ങനെയാണ് ഇതിനെ മുതലെടുക്കുന്നതിനെ കുറിച്ചുമുള്ള വളരെ വളരെ കൃത്യമായ ആവർത്തനങ്ങൾ ഇതിൽ കാണുമെന്നതാണ്. കൃഷ്ണ ജന്മഭൂമി അഥവാ മധുരയിലെ കൃഷ്ണ ജന്മഭൂമിയിലാണ് ഈ മസ്ജിദ് സ്ഥാപിക്കപ്പെട്ടു. പ്രത്യേകിച്ചും ഔറംഗസീബിന്റെ കാലത്ത് അദ്ദേഹം കൃഷ്ണ ജന്മഭൂമിയിൽ മസ്ജിദ് സ്ഥാപിച്ചു എന്നതാണ് മധുരയിലെ ഷാഹി ഈദ്ഗാഹ് മസ്ജിദുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏകദേശം ഒരു 13.37 ഏക്കർ അല്ലെങ്കിൽ 14 ഏക്കറോളം വരുന്ന വലിയൊരു പ്രദേശം 1670 അവിടെ കൃഷ്ണ ജന്മഭൂമി നിലനിൽക്കുന്ന സ്ഥലത്ത് നേരത്തെ ഉണ്ടായിരുന്ന വലിയൊരു ക്ഷേത്രം തകർത്ത് ഔറംഗസീബ് അമ്പലം തകർത്തു എന്നതാണ് ബേസിക് ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് മധുര ഷാഹി ഈദ്ഗാഹ് മസ്ജിദ് ബന്ധപ്പെട്ട്. വിശദാംശങ്ങൾ ഒഴിവാക്കിയാൽ പിന്നീട് അത് 1968 ഷാഹി ഈദ്ഗാഹ് മസ്ജിദ് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ധാരാളം സംവാദങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. ആദ്യമായിട്ട് ഔറംഗസീബാണ് മസ്ജിദ് പണിയുന്നതിന് ശേഷം വ്യത്യസ്ത ആളുകളിൽ നിന്ന് കൈമാറ്റം ചെയ്ത് പ്രത്യേകിച്ചും 755 മറാത്ത രാജാവായിരുന്ന മഹാദാജി സിന്ധ്യ അദ്ദേഹം മുഗൾമാരിൽ നിന്ന് പിടിച്ചെടുക്കുന്നുണ്ട്. പിന്നീട് പലരിൽ നിന്ന് കൈമാറ്റം ചെയ്യപ്പെട്ട് പല ഉടമസ്ഥാവകാശങ്ങളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട ചരിത്രം യഥാർത്ഥത്തിൽ മധുര ഈദ്ഗാഹ് മസ്ജിദിനുണ്ട്. അതേസമയം ഒരു സന്ദർഭത്തിലും എല്ലാവിധ കൈമാറ്റങ്ങൾ നടക്കും, ഒരു സന്ദർഭത്തിലും മധുര ഈദ്ഗാഹ് മസ്ജിദിൽ ആരാധന മുടങ്ങുകയോ മുസ്ലിങ്ങളുടെ ആരാധനകൾ നിർവഹിക്കപ്പെടാതിരിക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യമില്ല. എന്ന് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട ചരിത്രത്തിലെ സുപ്രധാനമായ ഒരു സന്ദർഭം 968 ഈ മസ്ജിദുമായി ബന്ധപ്പെട്ട് മധുര ഈദ്ഗാഹ് മസ്ജിദ് ക്ഷേത്രം തകർത്താണ് പണിതത് എന്ന നിരന്തരമായ ആരോപണങ്ങൾ, അതിനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾ, തർക്കങ്ങൾ, പ്രാദേശികമായി ഹിന്ദു മുസ്ലിം സമൂഹത്തിൽ ഉണ്ടാകുന്ന പലതരത്തിലുള്ള സംഘർഷങ്ങൾ, ഇതിന്റെ പശ്ചാത്തലത്തിലാണ് 968 വളരെ പ്രസിദ്ധമായ ഒത്തുതീർപ്പ് ഉണ്ടാവുന്നത്. അഥവാ മസ്ജിദ് ഷാഹി ഈദ്ഗാഹ് മസ്ജിദ് ട്രസ്റ്റും അതേപോലെ തന്നെ ശ്രീകൃഷ്ണ ജന്മസ്ഥാൻ സേവാ സംഘം എന്ന് പറയുന്ന ഈ മസ്ജിദിന്മേൽ അവകാശവാദം ഉന്നയിക്കുന്ന ഈ ശ്രീകൃഷ്ണ ജന്മസ്ഥാൻ സേവാ സംഘവും അതേപോലെ തന്നെ ഷാഹി ഈദ്ഗാഹ് മസ്ജിദ് ഇവരുടെ കമ്മിറ്റികൾ തമ്മിലുള്ള ഒരു ഒത്തുതീർപ്പ് കരാർ അക്കാലത്ത് ഉണ്ടാവുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് കരാറിന്റെ വിശദാംശങ്ങൾ ഒഴിവാക്കി നിർത്തിയാൽ മസ്ജിദിന്റെ ഭാഗമാണ് എന്ന് മസ്ജിദ് കമ്മിറ്റി ഉറച്ചു വിശ്വസിക്കുന്ന, അങ്ങനെ അല്ല എന്ന് ചരിത്രപരമായി തെളിയിക്കുവാൻ ഒരു ഘട്ടത്തിലും കഴിഞ്ഞിട്ടില്ലാത്ത ഒരു പ്രദേശം, ആ പ്രദേശത്തിന്റെ ആ സമൂഹത്തിന്റെ പല സ്വഭാവത്തിലുള്ള നന്മകൾ കണക്കിലെടുത്ത് മസ്ജിദ് കമ്മിറ്റി ആ ഒത്തുതീർപ്പിന് തയ്യാറാവുകയും ഏകദേശം 13.37 ഏക്കർ എന്ന് പറയുന്ന വലിയൊരു പ്രദേശത്തിന്റെ പകുതിയോളം അവിടെ മസ്ജിദ് നിർമ്മിക്കുവാൻ വേണ്ടി വിട്ടുകൊടുക്കുകയും ചെയ്യുകയാണ്. ഷാഹി ഈദ്ഗാഹ് മസ്ജിദ് ബന്ധപ്പെട്ട വളരെ സുപ്രധാനപര മൊമെന്റാണ് 968 ഒത്തുതീർപ്പ് എന്ന് പറയുന്നത്. അങ്ങനെ ആ ഒത്തുതീർപ്പിന് ശേഷം അവിടെ പള്ളിയോട് ചേർന്ന് തന്നെ തൊട്ടടുത്ത് വിട്ടുകൊടുത്ത ഈ പ്രദേശത്ത് വലിയൊരു ക്ഷേത്രം അവിടെ സ്ഥാപിക്കപ്പെടുന്നുണ്ട്. ആ ക്ഷേത്രം നിലവിൽ അവിടെ പള്ളിയുടെ തൊട്ടടുത്ത് തന്നെ ക്ഷേത്രം നിലവിൽ ലഭ്യമാണ് എന്നതാണ്. അങ്ങനെ പിന്നീട് 968 ഈ ഒത്തുതീർപ്പ് ഉണ്ടായതിനു ശേഷം എങ്ങനെയാണ് ഒത്തുതീർപ്പിനെ കുറിച്ച് കൂടി പറയേണ്ടുന്ന ഒരു കാര്യം, അത് രണ്ട് കക്ഷികളുള്ള പ്രാദേശികമായി രണ്ട് കക്ഷികൾക്കിടയിൽ സംഭവിച്ച ഒരു ഒത്തുതീർപ്പ് എന്നതിനേക്കാൾ നിയമപരതയുള്ള അവിടുത്തെ സബ് രജിസ്ട്രാർ ഓഫീസിൽ മസ്ജിദിനെ സംബന്ധിച്ചിടത്തോളം വഖഫ് ബോർഡ് അംഗീകരിച്ച വഖഫ് ബോർഡിന്റെ അനുവാദത്തോടു കൂടി അവർ അംഗീകരിക്കുന്ന ഒരു രേഖയാണത്. അതേസമയം നിയമപരമായിട്ട് കോടതി ഉത്തരവിലൂടെ രേഖയായിട്ടുള്ള ഒരു കാര്യമാണ്. അവിടുത്തെ രജിസ്ട്രാർ ഓഫീസിൽ ഉൾപ്പെടെ രേഖകളുള്ള ഒരു ഒത്തുതീർപ്പ് 968 ഷാഹി ഈദ്ഗാഹ് മസ്ജിദും ഈ വിവാദവുമായി ബന്ധപ്പെട്ട് രാമജന്മസ്ഥാൻ സേവാ സംഘത്തിനിടയിൽ ഉണ്ടാവുന്നുണ്ട് എന്നതാണ്. 968 അത് ഉണ്ടാവുന്നത്. ആ ഒത്തുതീർപ്പിന് ശേഷം അവിടെ വലിയ ഒരു ക്ഷേത്രം പണി കഴിപ്പിക്കപ്പെടുന്നുണ്ട്. പിന്നീടാണ് 980-കളിൽ നേരത്തെ പറഞ്ഞ ബാബരി മൂവ്മെന്റ് അതല്ലെങ്കിൽ ഈ രാമജന്മഭൂമി മൂവ്മെന്റ് ഉണ്ടാവുന്നു, അദ്വാനി ഉൾപ്പെടെ ആളുകൾ രംഗത്തേക്ക് വരുന്നു. ആ സമയത്ത് വീണ്ടും ഈ ചർച്ചകൾ സജീവമാവുകയും നേരത്തെ ഒന്നുമല്ലാതിരുന്ന ഒരു സ്ഥലത്തിന്റെ പകുതി ഒത്തുതീർപ്പിലൂടെ നേടിയെടുക്കുകയും അതിനുശേഷം ആ മുഴുവൻ പ്രദേശവും ഞങ്ങളുടേതാണ്, അല്ലെങ്കിൽ പള്ളി നിലവിൽ നിൽക്കുന്ന പ്രദേശം വിട്ടുതന്ന പ്രദേശത്തിന് ബാക്കിയുള്ള പള്ളി നിൽക്കുന്ന പ്രദേശം അത് ക്ഷേത്രം തകർത്ത് ഔറംഗസീബ് ക്ഷേത്രം തകർത്ത് പണിത
ഒരു സ്ഥലത്താണ് നിലനിൽക്കുന്ന തരത്തിലുള്ള വാദങ്ങൾ ഉണ്ടാവുകയും അങ്ങനെയാണ് 1980-കളിൽ ഈ മൂവ്മെന്റ് പിന്നീട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് എന്നതാണ്. അതിൽ തന്നെ പിന്നീട് ഈ മധുര ഷാഹി ഈദ്ഗാഹ് മസ്ജിദ് ബന്ധപ്പെട്ട അതിന്റെ ചരിത്രം, പ്രത്യേകിച്ച് ബാബരി തകർക്കപ്പെടുന്നു. അതിനുശേഷം 1980-കളിലാണ് വീണ്ടും ഇത് സജീവമാവുന്നത്. 1994-ലാണ് മധുര ഈദ്ഗാഹ് മസ്ജിദ് അത് തകർക്കുന്നതിനുള്ളത് കൈയേറ്റം ചെയ്യുന്നതിനുള്ള ശ്രമം ഉണ്ടാവുക, അന്നത്തെ മായാവതി സർക്കാർ ഇടപെട്ടത് തടയുകയും ചെയ്യുന്നത് രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. പിന്നീട് ബാബരി മസ്ജിദ് 2019 ബാബരി മസ്ജിദ് ബന്ധപ്പെട്ട നിർണായക വിധി പുറത്തു വന്നതിന് ശേഷമാണ് മധുര ഈദ്ഗാഹ് മസ്ജിദുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംവാദങ്ങളും ചർച്ചകളും സജീവമാവുന്നത് എന്നതാണ്. അതില് 2020 ശ്രീകൃഷ്ണ ജന്മഭൂമി മുക്തി ആന്തോളൻ ട്രസ്റ്റ് അവിടെ രൂപീകരിക്കപ്പെടുന്നുണ്ട്. അത് തുടർന്ന് 2021 ഈദ്ഗാഹില് കൃഷ്ണവിഗ്രഹം പ്രതിഷ്ഠിക്കുമെന്ന് അഖില ഭാരതീയ ഹിന്ദു മഹാസഭ നേതാവ് 2024 പ്രഖ്യാപിക്കുന്നു. പിന്നീട് 1980-കളിൽ സജീവമായി ചർച്ച, ബാബരി മസ്ജിദ് തകർച്ച സംഭവിക്കുന്നു. പിന്നീട് ബാബരി മസ്ജിദ് വിധി വന്നതിന് ശേഷമാണ് മധുര ഷാഹി ഈദ്ഗാഹ് മസ്ജിദുമായി ബന്ധപ്പെട്ട ഈ ചർച്ചകൾ പിന്നീട് സജീവമാവുന്നത് എന്നതാണ്. നിലവില് മധുര ഷാഹി ഈദ്ഗാഹ് മസ്ജിദ് ബന്ധപ്പെട്ട് ഉന്നയിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട 3 ആവശ്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, ഈ നേരത്തെ കരാർ പ്രകാരം ക്ഷേത്രത്തിനും മസ്ജിദിനുമായി നിശ്ചയിച്ച ഈ ഭാഗങ്ങൾ 13.37 ഏക്കർ എന്ന് പറയുന്ന ഈ മുഴുവൻ പ്രദേശവും സമ്പൂർണമായി ക്ഷേത്രത്തിന് വിട്ടു നൽകണം. മസ്ജിദിന് പകരമായിട്ട് മസ്ജിദ് പണിയാൻ ക്ഷേത്ര ട്രസ്റ്റ് സ്ഥലം വാങ്ങി നൽകുമെന്നുള്ളതാണ് ഒന്നാമത്തെ ആവശ്യം. രണ്ടാമതായിട്ട് പള്ളി നിർമ്മിക്കുന്നത് ഉൾപ്പെടെ ഈ മൊത്തം പ്രദേശം കൈമാറുക എന്നതാണ് ഒന്നാമത്തെ ആവശ്യം. അതേപോലെ തന്നെ കേസ് തീർപ്പാകുന്നത് വരെ, നിലവിൽ കോടതിയുടെ പരിഗണനയുള്ള വിഷയമാണ്, കേസ് തീർപ്പാകുന്ന അത്രയും കാലം ഈ പള്ളിക്കകത്ത് പൂജ ഉൾപ്പെടെയുള്ള ആചാരാനുഷ്ഠാനങ്ങൾക്ക് കോടതി അനുവാദം നൽകണമെന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് നിലവിൽ മധുര ഷാഹി ഈദ്ഗാഹ് മസ്ജിദ് മുന്നോട്ട് പോകുന്നത് എന്നതാണ്. ഇതാണ് മധുര ഈദ്ഗാഹ് മസ്ജിദിന്റെ ഒരു ചരിത്രം എന്നത്. ഔറംഗസീബ് 567 തുടങ്ങിയിട്ട് ഏകദേശം ഇന്നോളം നീണ്ടു നിൽക്കുന്ന ഒരു ചരിത്രം അതിനുണ്ട്. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, എപ്പോഴാണ് 968 പ്രാദേശികമായി പരിഹരിക്കപ്പെടുന്ന ഒരു പ്രശ്നം, അതല്ലെങ്കിൽ യാതൊരു ചരിത്രപരമോ അതല്ലെങ്കിൽ വിശ്വാസപരമായ അടിസ്ഥാനങ്ങളില്ല എന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെ ഒരു പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുമ്പോഴും പിന്നീട് എങ്ങനെയാണ് 980-കളിൽ വീണ്ടും ഇത് സജീവ ചർച്ചയാവുന്നത്. അതിനുശേഷം നിലവിൽ 2019 ബാബരി വിധിക്ക് ശേഷം മധുര ഷാഹി ഈദ്ഗാഹ് മസ്ജിദുമായി ബന്ധപ്പെട്ട സംവാദങ്ങൾ എങ്ങനെയാണ് സജീവമാകുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ടുന്ന ഒരു ഏരിയയാണ് എന്നതാണ്. അടുത്തത് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഗ്യാൻവാപ്പി മസ്ജിദാണ്. ജ്ഞാൻവാപ്പി അഥവാ ജ്ഞാനത്തിന്റെ ഉറവിടം എന്നാണ് മസ്ജിദിന്റെ അതിന്റെ ഒരു പേരും അതിന്റെ ഒരു ചരിത്രവും പറയുന്നത്. മധുര ഗ്യാൻവാപ്പി മസ്ജിദ് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നേരത്തെ പറഞ്ഞതുപോലെ ഔറംഗസീബിന്റെ മേൽ തന്നെയാണ് ഇത് ആരോപിക്കപ്പെടുന്നത്. 1600-കളിൽ ഔറംഗസീബ് അവിടെ ഉണ്ടായിരുന്ന ക്ഷേത്രം തകർത്ത് പള്ളി പണിതു എന്നതാണ് ആരോപണം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, 1600-കളിൽ അഥവാ മുഗൾ രാജഭരണത്തിന്റെ ചരിത്രം എടുത്തു നോക്കിയാൽ ഔറംഗസീബിന്റെ കാലത്തല്ല ജ്ഞാൻവാപ്പി മസ്ജിദ് സ്ഥാപിക്കപ്പെട്ടത് എന്ന അർത്ഥത്തിലുള്ള വളരെ ഗൗരവപരമായ ചരിത്ര പഠനങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവിടുത്തെ തന്നെ പ്രാദേശിക ചരിത്രകാരന്മാരുടെ ഒരാളുടെ പുസ്തകത്തെ ഉദ്ധരിച്ചുകൊണ്ട് അത് പറയുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ പള്ളിയിൽ ഒരു സംഭവം പറയുന്നുണ്ട്. അവർ ഈ പള്ളിയിൽ ഒരു ഘട്ടത്തിൽ അക്ബറിനെ കുറിച്ച്, അദ്ദേഹം ദീന ഇലാഹി ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോയ സമയത്ത് പള്ളിയുടെ മെമ്പറിൽ അക്ബറിനെ പ്രകീർത്തിച്ചുകൊണ്ട് ഒരു സംസാരം ഉണ്ടാവുകയും അതിനെതിരെ പ്രദേശത്തെ മുസ്ലിങ്ങൾ വലിയ അർത്ഥത്തിലുള്ള പ്രതിഷേധം, കാഫിറിനെ മെമ്പറിൽ പ്രകീർത്തിക്കരുത് എന്ന അർത്ഥത്തിലുള്ള വലിയ അർത്ഥത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഇത് ചക്രവർത്തിയുടെ അടുത്ത് എത്താതിരിക്കാൻ പ്രാദേശികമായിട്ട് അത് മൂടിവെച്ചു നടത്തുന്ന ചരിത്രം പറയുന്നത്. അഥവാ 1600-കളിൽ ഔറംഗസീബ് ക്ഷേത്രം പണിത് തകർത്തു എന്ന് പറയുന്ന പള്ളി അത് സ്ഥാപിക്കപ്പെടുന്നത് അതിനും 2 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് 1400-കളിൽ അക്ബറിന്റെ കാലത്തോ അതല്ലെങ്കിൽ അതിനു മുമ്പോ ആയിരിക്കുമെന്ന അർത്ഥത്തിൽ വളരെ വിശ്വാസയോഗ്യമായതല്ലെങ്കിൽ അവലംബിക്കാവുന്ന ചരിത്രരേഖകളുണ്ട് എന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഒന്നാമതായി കാണാൻ കഴിയും. രണ്ടാമത്തത്, എപ്പോഴാണ് 1670-കളിൽ രൂപീകരിക്കപ്പെടുന്ന അല്ലെങ്കിൽ സ്ഥാപിക്കപ്പെടുന്ന അല്ലെങ്കിൽ 1400-കളിൽ സ്ഥാപിക്കപ്പെടുന്ന ഒരു മസ്ജിദിനെ കുറിച്ച് എന്നു മുതലാണ് തർക്കങ്ങൾ ഉണ്ടാവുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. 1936-ലാണ് ആദ്യമായിട്ട് മസ്ജിദുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഉന്നയിക്കപ്പെടുന്നത്. പ്രദേശത്തെ ഹിന്ദു കക്ഷികള് മസ്ജിദിൽ തങ്ങൾക്ക് അവകാശമുണ്ട്, ആ പ്രദേശം അവിടെ നേരത്തെ പറഞ്ഞ സ്വഭാവത്തിലുള്ള ഹിന്ദു ക്ഷേത്രം തകർത്തിട്ടാണ് അത് പണികഴിപ്പിക്കപ്പെട്ടത് എന്ന ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ 1936-ൽ ആദ്യമായിട്ട് ഉന്നയിക്കപ്പെടുന്നു. ആ സമയത്ത് 1937 കോടതിയെ കേസ് അറ്റൻഡ് ചെയ്യുകയും അതിൽ വസ്തുതയില്ല എന്ന് കണ്ട ഹർജി തള്ളുകയും ചെയ്യുന്നത്. പിന്നീട് 1991-ലാണ് വീണ്ടും കാശി വിശ്വനാഥ ക്ഷേത്രം
അവിടെയുള്ള വിശ്വനാഥ ക്ഷേത്രത്തിലെ പുരോഹിതന്മാരായ ആളുകൾ വീണ്ടും ഈ കേസ് ഉന്നയിക്കുന്നു. 1998 മസ്ജിദ് കമ്മിറ്റി ഈ ക്ഷേത്രത്തിന്റെ വാദങ്ങൾക്കെതിരായ മറുപടി വാദങ്ങളും അതുപോലെ തന്നെ മറുവാദങ്ങളും ഉന്നയിച്ചുകൊണ്ട് കോടതിയെ സമീപിക്കുന്നു. പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ട, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മധുര ഈദ്ഗാഹ് മസ്ജിദിന്റെ അതേ ടൈം ലൈനിൽ 2019 ബാബരി മസ്ജിദിന്റെ ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട നിർണായകമായ വിധി, അതിനുശേഷമാണ് ഗ്യാൻവാപ്പി മസ്ജിദുമായി ബന്ധപ്പെട്ടുമുള്ള സംഘപരിവാർ വാദങ്ങൾ കുറച്ചുകൂടി തിടംവെക്കുകയും കോടതികളിൽ അത് സജീവമാവുകയും ചെയ്യുന്നത് എന്നതാണ്. 2019 ഡിസംബറിൽ അയോധ്യ വിധിക്ക് ശേഷം കേസ് വീണ്ടും വളരെ സജീവമാവുകയും കോടതിയുടെ പരിഗണനയിലെത്തുകയും വലിയ അർത്ഥത്തിലുള്ള സംഘർഷങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സംഘപരിവാർ ശക്തികൾ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. 2019 മാർച്ചിലാണ് ഈ ഗ്യാൻവാപ്പി മസ്ജിദിന്റെ സമീപം മസ്ജിദ് കോമ്പൗണ്ടിൽ ഒരു വിഗ്രഹത്തിന്റെ പ്രതിമ കുഴിച്ചു മൂടാൻ ശ്രമിക്കുന്നതിനിടെ സംഘപരിവാർ പ്രവർത്തകർ പിടിയിലാവുന്നുണ്ട്. ഇതേ തുടർന്ന് 2019 ശേഷം 2022-23 കാലത്ത് ധാരാളം സംഭവങ്ങൾ ഗ്യാൻവാപ്പി മസ്ജിദുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. കോടതി ഒരു ഘട്ടത്തിൽ GPR സർവേ ആദ്യം അനുവദിക്കുകയും കോടതിയിൽ സർവേ അനുവദിക്കുന്നുണ്ട്. നമുക്കറിയാം, ആ സംഭവം നമ്മളൊക്കെ ശ്രദ്ധിച്ചൊരു കാലത്ത് കൂടിയായിരിക്കും. എങ്ങനെയാണ് ശിവലിംഗം, ഇവിടുത്തെ വുദൂഖാന കേന്ദ്രീകരിച്ച് എങ്ങനെയാണ് ശിവലിംഗം കണ്ടെത്തപ്പെട്ടതെന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ആ സംഭവത്തെക്കുറിച്ച്, ആ കോടതി ഇടപെടലിനെ കുറിച്ച് വളരെ വിശദമായിട്ട് അന്നത്തെ ആ കോടതി ഇടപെടലിനെ കുറിച്ച് പറയുന്നുണ്ട്. മസ്ജിദില് സർവേ നടന്നുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് സ്വാഭാവികമായിട്ടും കോടതി വ്യവഹാരങ്ങൾ നമുക്കറിയാം. സർവേ നടന്നുകൊണ്ടിരിക്കുന്നു. അത് പൂർത്തിയായതിനു ശേഷം സർവേക്ക് നിശ്ചയിക്കപ്പെട്ട ആളുകൾ സീൽഡ് കവറിൽ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയാണ് ചെയ്യുക. അതേസമയം ഗ്യാൻവാപ്പി മസ്ജിദിൽ ശിവലിംഗം കണ്ടെത്തി എന്ന് പറയുന്ന ആ നിമിഷം അത് ഫോണിൽ വിളിച്ച് കോടതിയെ അറിയിക്കുന്ന, അങ്ങനെ അഭിഭാഷകൻ മസ്ജിദിലായിരിക്കെ കോടതിയിൽ നിന്ന് മസ്ജിദ് സീൽ ചെയ്യാനുള്ള ഉത്തരവുണ്ടാകുന്നതടക്കമുള്ള വളരെ വിചിത്രമായ കാര്യങ്ങൾ ഗ്യാൻവാപ്പി മസ്ജിദിന്റെ കാര്യത്തിൽ സംഭവിച്ചുവെന്ന് അതിന്റെ ചരിത്രം അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അക്കാലത്തെ പത്ര റിപ്പോർട്ടുകൾ വളരെ വിശദമായി പറയുന്നുണ്ട് എന്നതാണ്. നേരത്തെ പറഞ്ഞ ബാബരിയുടെയും മധുര ഷാഹി ഈദ്ഗാഹ് മസ്ജിദിന്റെയും അതേ പാറ്റേണിൽ ആദ്യഘട്ടത്തിൽ കേവലമായ ഒരു ആവശ്യം ഉന്നയിക്കുക, അത് കോടതിയെ സമീപിക്കുക. അതേസമയം പിന്നീട് അത് 1980-കളിൽ ആ വാദം RSS രൂപീകരണത്തിന് ശേഷം അത് സജീവമാവുന്നു. 1980-കളിൽ വലിയ അർത്ഥത്തിലുള്ള സംഘർഷങ്ങളിലേക്കും പ്രാദേശികമായ വിദ്വേഷ പ്രചരണങ്ങളിലേക്കും കടക്കുക. 2019 ബാബരി മസ്ജിദിന്റെ വിധിക്ക് ശേഷം ഇത്തരത്തിലുള്ള നിയമപരമായ ഇടപെടലുകൾ കൂടുതൽ സജീവമാവുകയും ചെയ്യുന്നു എന്നതാണ്. ഈ 3 മസ്ജിദുകളുടെയും ഒരു ചരിത്രം അവസാനിപ്പിക്കുകയാണ്. ഈ 3 മസ്ജിദുകളുടെയും അത് നിർമ്മിക്കപ്പെട്ട ഒരു കാലം, അതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വാദങ്ങളും ക്ലെയിമുകളും ഉണ്ടാവുന്ന ഒരു കാലം, ആ ക്ലെയിമുകൾ സജീവമാവുന്ന ഒരു കാലം, അത് പിന്നീട് സംഘർഷത്തിലേക്കും പ്രായോഗികമായ സ്റ്റെപ്പുകളിലേക്കും കടക്കുന്ന ഒരു കാലം, പിന്നീട് മധുര ഷാഹി ഈദ്ഗാഹ് മസ്ജിദിന്റെ കാര്യത്തിലും ഗ്യാൻവാപ്പി മസ്ജിദിന്റെ കാര്യത്തിലും 2019 ബാബരി വിധിക്ക് ശേഷമുള്ള ഒരു കാലം. ഇത് വളരെ നിർണായകമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളത് പ്രധാനമാണ് എന്നാണ് അവസാനിപ്പിച്ചുകൊണ്ട് പറയുന്ന ഒരു കാര്യം. പ്രത്യേകിച്ചും ഒരുപാട് സാമ്യതകൾ ഈ ഓപ്പറേഷനുകൾ അതല്ലെങ്കിൽ ഈ 3 മസ്ജിദുകളുടെയും ഒരു കേസ് സ്റ്റഡിയായി എടുത്താൽ ഈ 3ന്റെ ഇടയിൽ ഒരുപാട് സാമ്യതകൾ ഉണ്ടാവും എന്നതാണ്. ആദ്യം നമുക്കറിയാം, ബാബരി മസ്ജിദിന്റെ പരിസരത്ത് ആദ്യമായിട്ടൊരു ചെറിയ തറയാണ്, ഒരു ആരാധന നിർവഹിക്കുന്ന ഒരു തറയാണ്, ചബൂത്ര എന്നവർ വിളിക്കുന്ന ഒരു തറയാണ് സ്ഥാപിക്കപ്പെടുന്നത്. അതിനിടയിൽ ഒരു മതിൽ പണിഞ്ഞുകൊണ്ട് ബ്രിട്ടീഷ് സർക്കാർ അതിന് മധ്യസ്ഥം വഹിക്കുകയാണ്. പിന്നീട് അത് എവിടെയും ചിത്രത്തിലേ ഇല്ലായിരുന്ന ബാബരി മസ്ജിദിനകത്ത് രാമജന്മഭൂമി, പിന്നീട് അത് ക്ഷേത്രത്തിനകത്ത് വിഗ്രഹ പ്രതിഷ്ഠ അടക്കമുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നു. ഇതേപോലെ തന്നെ മധുര ഷാഹി ഈദ്ഗാഹ് മസ്ജിദിനെ സംബന്ധിച്ചിടത്തോളം 1968 2 കക്ഷികൾക്കുമിടയിൽ ഉണ്ടാകുന്ന ഒത്തുതീർപ്പ് കരാർ എന്ന് പറയുന്നത് നിയമപരമായി പ്രാബല്യമുള്ള, വഖഫ് ബോർഡ് അംഗീകരിക്കുന്ന, അവിടുത്തെ ജില്ലാ കോടതി അംഗീകരിക്കുന്ന, രജിസ്ട്രാർ ഓഫീസിൽ പ്രമാണങ്ങളുള്ള ഒരു രേഖ. അതെങ്ങനെയാണ് 1980-കളിൽ അങ്ങനെ ഒരു കാര്യമേ ഉണ്ടായിട്ടില്ല എന്ന സ്വഭാവത്തിൽ ആദ്യം പകുതി പ്രദേശം കീഴടക്കുകയും പിന്നീട് ആ മുഴുവൻ മസ്ജിദ് നിൽക്കുന്ന പ്രദേശവും എങ്ങനെയാണ് ക്രമേണ കൈക്കലാക്കുന്ന അർത്ഥത്തിലുള്ള ഇതിന്റെ ഇടയിലുള്ള സാമ്യത വളരെ പ്രധാനമാണ് എന്നതാണ്. രണ്ടാമത്തെ, ഇതുമായി ബന്ധപ്പെട്ട് കോടതി വ്യവഹാരങ്ങളുടെ ഒരു ചരിത്രം വളരെ നിർണായകമായി ഈ വിഷയം ചർച്ച ചെയ്യുന്നിടത്ത് മനസ്സിലാക്കുന്നത് പ്രധാനമാണ്. ബാബരി വിഷയവുമായി ബന്ധപ്പെട്ട് 2019 വേർഡിക്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ പറയുന്നത് ഹിന്ദുത്വ ശക്തികൾ ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്ന ഒരു വാദത്തിനും അത് ചരിത്രപരമായി, മതപരമായി, ആർക്കിയോളജി അല്ലെങ്കിൽ ഈ സ്വഭാവത്തിലുള്ള ചരിത്ര സ്മാരകങ്ങളുടെ അതിന്റെ ആർക്കിയോളജിക്ക് സംബന്ധമായിട്ടുള്ള ഒരു രേഖകളും ഈ പറയുന്ന വാദങ്ങൾക്കൊന്നിനും, അവിടെ നേരത്തെ രാമക്ഷേത്രം ഉണ്ടായിരുന്നു എന്നതിന് ഒരു തെളിവുമില്ല എന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെ ഭൂരിപക്ഷ ഹിതം അതല്ലെങ്കിൽ ഇവിടുത്തെ ഒരു പ്രത്യേക വിഭാഗത്തിന് പ്രയാസമുണ്ടാക്കും എന്ന അർത്ഥത്തിൽ കോടതി വളരെ പരസ്യമായി നിലപാടെടുക്കുന്നതിന്റെ ചരിത്രമാണ് ബാബരി മസ്ജിദ് നമുക്ക് കാണുവാൻ കഴിയുന്നത്.
മധുര ഈദ്ഗാഹ് മസ്ജിദിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യങ്ങൾ അതിൽ പ്രധാനമാണ്. അതിലൊന്ന് 1968 കരാർ എന്ന് പറയുന്നത് കോടതി കൂടി ഇടപെട്ട് കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് കക്ഷികൾക്കിടയിൽ ഉണ്ടാവുന്ന കരാറാണ്. പിന്നീട് എങ്ങനെയാണ് 1990-കളിൽ 1980-കളിൽ സംഘപരിവാർ ശക്തികൾ, ഹിന്ദുത്വ ശക്തികൾ അതിനെ പ്രശ്നവൽക്കരിക്കുന്ന സമയത്ത് കോടതി അംഗീകരിച്ച രണ്ട് കക്ഷികൾക്കിടയിലുള്ള ഒരു കരാറിനെതിരെ കോടതി എങ്ങനെയാണ് വാദം സ്വീകരിക്കുന്നത് എന്ന പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഗ്യാൻവാപ്പി മസ്ജിദിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശിവലിംഗം കണ്ടെത്തി എന്ന് പറയുന്ന ആ സർവേ ബന്ധപ്പെട്ട അതിന്റെ പ്രൊസീജിയറുകൾ, അതിന്റെ പ്രക്രിയകൾ പല സ്വഭാവത്തിൽ വളരെ വിചിത്രമായ, കോടതിയുടെ രീതിക്ക് വിരുദ്ധമായ സ്വഭാവത്തിൽ ഇതെങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനുമപ്പുറം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, കോടതി വ്യവഹാരങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ 1991 പ്ലേസസ് ഓഫ് വേർഷിപ്പ് സ്പെഷ്യൽ പ്രൊവിഷൻസ് ആക്ട് എന്ന് പറയുന്ന ഈ മസ്ജിദുകളുടെ, ബാബരിക്ക് ശേഷമുള്ള മസ്ജിദുകൾക്ക് മേലുള്ള സംഘപരിവാർ അവകാശവാദങ്ങളെ പല സ്വഭാവത്തിൽ തടയിടേണ്ടിയിരുന്ന ഒരു നിയമം എങ്ങനെയാണ് അത് വെള്ളം ചേർക്കപ്പെടുന്നത്, എങ്ങനെയാണ് വളച്ചൊടിക്കപ്പെടുന്നത് എന്നത് കൂടി വളരെ ഗൗരവത്തിൽ പരിഗണിക്കപ്പെടേണ്ടുന്ന ഒരു കാര്യമാണ്. ബാബരി മസ്ജിദിന്റെ ചർച്ചകൾ വളരെ സജീവമായി നിൽക്കുന്ന കാലത്താണ് 1990-കളിൽ പ്ലേസസ് ഓഫ് വേർഷിപ്പ് സ്പെഷ്യൽ പ്രൊവിഷൻസ് ആക്ട് അത് ഭരണകൂടം, ഇന്ത്യ ഗവൺമെന്റ് അംഗീകരിക്കുന്നത്. ആ നിയമത്തിനകത്ത് അതിന്റെ വിശദാംശങ്ങൾ കൃത്യമായി പറയുന്നത്, ഒന്ന് 1947 ഓഗസ്റ്റ് 15 എന്താണോ ഇന്ത്യയിലെ ആരാധനാലയങ്ങൾ, പറയപ്പെടുന്ന ആരാധനാലയങ്ങളുടെ സ്ഥിതി, അത് തന്നെ തുടരുക എന്നതായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനങ്ങളിലൊന്ന്. ഏതെങ്കിലും ഒരു ആരാധനാലയത്തിന്റെ മതകീയമായ ഭാവം അത് മാറ്റുക എന്നത് വലിയ 3 വർഷം തടവ് ശിക്ഷ ലഭിക്കാവുന്ന, പിഴ ലഭിക്കാവുന്ന ക്രിമിനൽ കുറ്റമാണ് എന്ന് വളരെ കൃത്യമായി എഴുതി വെച്ചിട്ടുള്ള ഒരു നിയമം. സ്വാഭാവികമായിട്ടും 1947 ശേഷം ഇതുമായി ബന്ധപ്പെട്ടത്, അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന ആരാധനാലയങ്ങൾക്കെതിരെ വരുന്ന എല്ലാ അർത്ഥത്തിലുള്ള ക്ലെയിമുകളും ഈ ഒരൊറ്റ നിയമം കൊണ്ട് അപ്രസക്തമാകുമെന്നിരിക്കെ എങ്ങനെയാണ് മധുരയിലെ ഷാഹി ഈദ്ഗാഹ് മസ്ജിദിനെതിരെയും അതേപോലെ തന്നെ വാരാണസി ഗ്യാൻവാപ്പി മസ്ജിദിനെതിരെയുമുള്ള ക്ലെയിമുകൾ എങ്ങനെയാണ് കോടതിയിലെത്തുന്നത്, ഈ അടിസ്ഥാനത്തെ എങ്ങനെയാണ് വളരെ സുന്ദരമായി അട്ടിമറിക്കപ്പെടുന്നത് എന്നതിനെ കുറിച്ച് വളരെ പ്രധാനപ്പെട്ട ചർച്ച ഇതിൽ വളരെ പ്രധാനമാണ്. ഇത്രയുമാണ് ഇതിനിടയിലുള്ള ഒരു സാമ്യതകളെ കുറിച്ച് പറയാനുള്ള കാര്യം. അവസാനിപ്പിച്ചുകൊണ്ട് പറയുന്ന ഒരു കാര്യം, കേവലമായിട്ട് ഇത് ബാബരി മസ്ജിദ് അതല്ലെങ്കിൽ ഗ്യാൻവാപ്പി മസ്ജിദ്, മധുര ഷാഹി ഈദ്ഗാഹി മസ്ജിദ് എന്നതിനപ്പുറം എങ്ങനെയാണ് സംഘപരിവാറിന്റെ ഒരു ചരിത്ര വീക്ഷണം, അതല്ലെങ്കിൽ സംഘപരിവാർ ചരിത്രത്തെ മനസ്സിലാക്കുന്നതിൽ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള മസ്ജിദ് കയ്യേറ്റങ്ങൾ, മസ്ജിദുമായി ബന്ധപ്പെട്ട ഇത്തരം സംഭവങ്ങളെ കേവലമായ ആരാധനാലയങ്ങൾ പിടിച്ചടക്കുക അല്ലെങ്കിൽ ചരിത്രത്തെക്കുറിച്ച് വ്യത്യസ്ത വാദങ്ങൾ ഉന്നയിക്കുക എന്നതിനപ്പുറം സംഘപരിവാറിന്റെ ഒരു ചരിത്ര വീക്ഷണത്തെ അതെങ്ങനെ അതിനെ കൂടി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇത്തരം കാര്യങ്ങളെ മനസ്സിലാക്കുക എന്നുള്ളത് പ്രധാനമാണ്. അല്ല എങ്കിൽ ഇത് ഏതെങ്കിലും ഒരു മസ്ജിദിന്റെ കാര്യത്തിൽ ബാബരിക്ക് ശേഷം മറ്റൊന്ന് ആവർത്തിക്കുകയില്ല എന്നത്, അല്ലെങ്കിൽ അതിനുശേഷം മറ്റൊന്നും ഉണ്ടാവുകയില്ല എന്ന് വിചാരിക്കുന്നതിനേക്കാൾ ഇത് സംഘപരിവാർ ചരിത്രത്തെക്കുറിച്ച് സംഘപരിവാർ ഹിന്ദുത്വ വീക്ഷണത്തിന്റെ അതിന്റെ വളരെ സ്വാഭാവികമായ പ്രയോഗവൽക്കരണം കൂടിയാണ് എന്ന അർത്ഥത്തിൽ മനസ്സിലാക്കുവാൻ കഴിയും. ക്രിസ്റ്റഫർ ജാഫർ ലോട്ടിന്റെ പുതിയ പുസ്തകമുണ്ട് മോഡീസ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട്, ഇന്ത്യയിലെ പ്രത്യേകിച്ച് നരേന്ദ്രമോദിക്ക് ശേഷമുള്ള ഒരു സംഭവ വികാസങ്ങൾ മൊത്തം വിശകലനം ചെയ്തുകൊണ്ട് അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്ന ഒരു കാര്യം, സംഘപരിവാർ ചരിത്രരചനയെ വിശദാംശങ്ങൾ ഒഴിവാക്കി നിർത്തിയാൽ 2-3 അടിസ്ഥാനങ്ങൾ വളരെ പ്രധാനമാണ് എന്നതാണ്. അതിലൊന്ന് ഈ മിത്തോളജി എങ്ങനെയാണ് വളരെ ആധികാരിക ചരിത്രമായിട്ട് അവതരിപ്പിക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം ധാരാളം ഉദാഹരണങ്ങളോട് പറയുന്നുണ്ട്. രാമായണം എങ്ങനെയാണ് ഇന്ത്യയിലെ ഒരു ചരിത്ര പഠനത്തിന്റെയും ചരിത്ര നിർമ്മിതിയുടെയും വളരെ ആധികാരികമായ സോഴ്സായി മാറുന്നതിനെ കുറിച്ചിട്ട് ക്രിസ്റ്റഫർ ജാഫർ ലോട്ട് വളരെ വിശദമായിട്ട് അതിനെ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ മിത്തോളജിയെ വളരെ ആധികാരിക ചരിത്രമായിട്ട് അതിന്റെ അവലംബമായി മനസ്സിലാക്കുന്നതിന്റെ ഒരുപാട് എലമെന്റുകൾ ഈ സ്വഭാവത്തിലുള്ള മസ്ജിദുകൾക്ക് മേലുള്ള എല്ലാ അവകാശവാദങ്ങളുടെയും അതിന്റെ ഒരു അടിസ്ഥാനം വിശദീകരിക്കുന്നിടത്ത് വ്യാപകമായി കാണാൻ കഴിയുമെന്നതാണ്. ഇത് ധാരാളം ചരിത്രകാരന്മാർ സംഘപരിവാർ ഹിന്ദുത്വ ഹിസ്റ്റോറിയോഗ്രഫിയെ കുറിച്ച് വളരെ ധാരാളമായി പറയപ്പെടുന്ന നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. രണ്ടാമത്തെ ഒന്ന്, മുഗൾ, നേരത്തെ ഇവിടെ ഷമീൻ സാഹിബ് പറഞ്ഞ പുസ്തകം, മുഗൾ ചരിത്രത്തെ സംഘപരിവാർ ഹിന്ദുത്വ ഹിസ്റ്റോറിയോഗ്രഫിയുടെ ഒരു പൊതുവായ സവിശേഷതകളിൽ രണ്ടാമത്തേത്, മുഗൾ കാലത്തെ വളരെ പൈശാചികവൽക്കരിച്ചുകൊണ്ട് വളരെ ഉയർന്ന തരത്തിലുള്ള ഹിന്ദുക്കൾക്കെതിരെയുള്ള പ്രാദേശികരായ ഹിന്ദുക്കൾക്കെതിരെ വൈദേശികരായി കടന്നു വന്ന മുഗളന്മാർ നടത്തിയ അതിക്രമങ്ങൾ, അതിൽ ഹിന്ദു വംശഹത്യയുണ്ട്, അമ്പലങ്ങൾ കൊള്ള ചെയ്യുന്നതുണ്ട്, അതേപോലെ തന്നെ തദ്ദേശീയരായ ഹിന്ദു സ്ത്രീകളെ റേപ്പ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട്, അതേപോലെ തന്നെ ഹിന്ദുക്കളുടെ സ്വത്ത് വ്യാപകമായിട്ട് കയ്യേറ്റം ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ മുഗൾ ചരിത്രത്തെ വളരെ പൈശാചികമായ സ്വഭാവത്തിൽ അതിനെ അവതരിപ്പിക്കുകയും അതിനെതിരെയുള്ള തദ്ദേശീയരായ ഹിന്ദുക്കളുടെ റെസിസ്റ്റൻസിനെ വളരെ
വലിയ സ്വഭാവത്തിൽ അതിനെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുകയും ചെയ്യുന്ന അതൊരു പ്രൊജക്റ്റായി തന്നെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്നത് വളരെ പ്രധാനമാണ്. അതാണ് രണ്ടാമത്തെ ഒരു അടിസ്ഥാനമായി പറയുന്നത്. മൂന്നാമത്തെ ഒരു കാര്യം, ഒരു കോമൺ ആൻസെക്ടർ അഥവാ ആര്യന്മാരുടെ ഒരു വംശശുദ്ധിയും ആര്യന്മാർ ഇവിടെ തദ്ദേശീയ ആളുകളായിരുന്നു എന്നും ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒഴികെയുള്ളത്, അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള വിശാലമായ ഒരു ഹിന്ദു ഫാബ്രിക് എന്ന് പറയുന്നത് ഈ ഒരു നേരത്തെ ഈ പ്രദേശത്തുണ്ടായിരുന്ന ഇൻഹാബിറ്റൻസിന്റെ അവരുടെ ആൻസെക്ടേഴ്സ് ആയിരുന്നു, അല്ലെങ്കിൽ അവരുടെ പിന്മുറക്കാരാണ് ഇന്ത്യയിലുള്ള മുഴുവൻ ആളുകളും. ഇങ്ങനെ ഒരു 3 അടിസ്ഥാനങ്ങളിൽ നിന്നുകൊണ്ടാണ് ഹിന്ദുത്വ ഹിസ്റ്റോറിയോഗ്രഫി വികസിക്കുന്നത് എന്ന് ക്രിസ്റ്റഫർ ജാഫറിലോട്ട് നിരീക്ഷിക്കുന്നുണ്ട്. ഇത് ഇന്ത്യയുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും സംഘപരിവാറിന്റെ ഒരു ചരിത്രം പഠിച്ചു നോക്കി വളരെ കൃത്യമായി മനസ്സിലാക്കുവാൻ കഴിയുമെന്നതാണ്. അതിലൊരു 4-5 സംഭവങ്ങൾ അല്ലെങ്കിൽ പോയിന്റുകൾ കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും. അതിലൊന്ന് നേരത്തെ ഇവിടെ ഉദ്ധരിക്കപ്പെട്ട പുസ്തകമാണ് വി.ഡി. സവർക്കറിന്റെ 6 ഗ്ലോറിയസ് എപ്പോക്സ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി. പ്രത്യേകിച്ചും മുഗളന്മാരുടെ ഒരു ചരിത്രം വിശദമായിട്ട് സെമിൻസ് അവതരിപ്പിച്ചിട്ട് അതിലേക്ക് കടക്കുന്നില്ല. മുഗളന്മാരുടെ ഒരു ചരിത്രത്തെ എങ്ങനെയാണ് വളരെ പൈശാചികവൽക്കരിച്ചുകൊണ്ട് അതിനെങ്ങനെയാണ് തെറ്റായി അവതരിപ്പിച്ചത്, പ്രത്യേകിച്ചും കഥകൾ, ഐതിഹ്യങ്ങൾ എങ്ങനെയാണ് ആധികാരിക ചരിത്ര സത്യങ്ങളായി മാറുന്നതിന്റെ മികച്ച ഉദാഹരണമാണ് വി.ഡി. സവർക്കറിന്റെ പുസ്തകം. അപ്പൊ നേരത്തെ പറഞ്ഞ ഒരു അടിസ്ഥാനം മുഗൾ കാലത്തെ ഈ സ്വഭാവത്തിൽ നമ്മൾ ഈ 3 പള്ളികളെയും ആലോചിച്ച് നോക്കിയാൽ മുഗൾ രാജാക്കന്മാർ പ്രത്യേകിച്ചും ഔറംഗസീബിന്റെ കാലം എങ്ങനെയാണ് ക്ഷേത്ര തകർച്ചയുടെ കാലമായി മാറിയത് എന്നതിനെ കുറിച്ച് ഈ 3 പള്ളികളുടെയും കുറിച്ച് അവകാശവാദങ്ങൾ പ്രകടമായി നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ചരിത്രബന്ധമില്ലാത്ത പല ആരോപണങ്ങൾ അതിനകത്തുണ്ട് എന്നതാണ്. ബാബരിയെ സംബന്ധിച്ചിടത്തോളം ബാബറിലേക്ക് ചേർന്ന് നിൽക്കുന്ന കഥകളുണ്ട്. ഔറംഗസീബിന്റെ മധുര ഷാഹീദ്ഗാഹ് മസ്ജിദും ഗ്യാൻവാപ്പി മസ്ജിദും ഔറംഗസീബിന്റെ ഭരണകാലത്തിനെതിരെയുള്ള ആരോപണങ്ങളാണ്. ഇത് മാത്രമല്ല, ഇത്തരം മുഗൾ ഭരണാധികാരികൾ തകർത്ത ധാരാളം ക്ഷേത്രങ്ങളുടെ ചരിത്രമുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഈ ഇത്തരം പുസ്തകങ്ങൾ, പ്രത്യേകിച്ച് വി.ഡി. സവർക്കറിന്റെ ഈ പുസ്തകം അടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് മുഗൾ ചരിത്രത്തെ വളരെ പൈശാചികം അവതരിപ്പിക്കുന്നത്, അതെങ്ങനെയാണ് അത്തരത്തിലുള്ള ചരിത്രബോധം, ചരിത്രരചനാ രീതിശാസ്ത്രം എങ്ങനെയാണ് മസ്ജിദ് ധ്വംസനത്തിലേക്ക് നയിക്കുന്നത് എന്ന ഈ ഒരു കണക്ഷൻ വളരെ പ്രധാനമാണ് എന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമതായിട്ട് വി ആൻഡ് അവർ നാഷൻഹുഡ് ഡിഫൈൻഡ് സ്വാഭാവികമായിട്ടും എം എസ് ഗോൾവാൾക്കറുടെ പുസ്തകം. ഈ പുസ്തകം കുറച്ചുകൂടി എങ്ങനെയാണ് ഒരു കോമൺ ഇന്ത്യക്കാർ അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന തദ്ദേശീയരായ ഹിന്ദുക്കൾ, ആര്യന്മാരുടെ പിന്മുറക്കാർ, അതേപോലെ തന്നെ പുറത്തു നിന്ന് വന്ന വൈദേശികരായ ആളുകൾ, ഈ ഒരു ബിംബത്തെ അതല്ലെങ്കിൽ ഈ ഒരു അടിസ്ഥാനത്തെ വളരെ രസകരമായി എങ്ങനെയാണ് സ്ഥാപിക്കുന്നത് വളരെ പ്രധാനമാണ്. ഇത് ഇവർ പുറത്തു നിന്ന് ഇന്ത്യക്കൊരു ഗുഡ് ഓൾഡ് ഡേയ്സ് ഉണ്ടായിരുന്നു, ഇന്ത്യക്കൊരു നല്ല ഒരു കഴിഞ്ഞ കാലം ഉണ്ടായിരുന്നു. അത് ഇന്ത്യയിലേക്ക് വൈദേശികരായ മുസ്ലിങ്ങൾ കടന്നു വന്ന് അവർ തകർത്ത് കളഞ്ഞതാണ്. അങ്ങനെ തകർത്തതിന്റെ കൂട്ടത്തിൽ ഇവിടുത്തെ സംസ്കാരം, അതേപോലെ തന്നെ അങ്ങനെ തകർത്ത് കളഞ്ഞ ആരാധനാലയങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് സ്ഥാപിക്കപ്പെടുന്നതിൽ ഈ ഒരു പൊതുവായ ഹിന്ദുക്കളും പുറത്തു നിന്ന് കടന്നു വന്ന വൈദേശികരായ മുസ്ലിങ്ങളും മറ്റാളുകളും എന്ന ഒരു അടിസ്ഥാനം വളരെ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നതാണ്. സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം പുതിയ കാലത്ത് കുറച്ചുകൂടി വിശാലമായ ഒരു ഫാബ്രിക്കേറ്റഡ് ഹിന്ദു, അതല്ലെങ്കിൽ നേരെ ഹിന്ദു എന്നൊരു മതത്തെക്കുറിച്ചാണ് ഡിബേറ്റ് നമുക്കറിയാം. അതിനകത്ത് വളരെ എളുപ്പത്തിൽ ഹിന്ദു യൂണിഫിക്കേഷൻ സാധ്യമാവുന്ന ഒരു ടൂളായിട്ട് എങ്ങനെയാണ് ഇന്ത്യയിൽ മസ്ജിദ് ധ്വംസനങ്ങൾ മാറുന്നത് എന്നതാണ്. ഈ 2 പുസ്തകങ്ങൾക്ക് പുറമെ ഇന്ത്യയിലെ ചില പ്രൊജക്റ്റുകൾ കൂടി ഇതിൽ വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ചും R.C. മജുംദാർ ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ഹിസ്റ്റോറിയൻസിൽ ഒരാളാണ്. R.C. മജുംദാറിന്റെ ഹിസ്റ്ററി ആൻഡ് കൾച്ചർ ഇൻ ഇന്ത്യൻ പീപ്പിൾ 11-12 വോള്യങ്ങളായിട്ട് ഇറങ്ങിയ ഒരു വലിയ സീരീസ് ഉണ്ട്. ആ പുസ്തകത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആ പുസ്തകത്തിൽ എങ്ങനെയാണ് ഈ പറയുന്ന 2 നറേഷനുകൾ, ഒന്ന് മുഗൾ കാലം വലിയ പ്രശ്നമുള്ള വലിയ ഹിന്ദു വിരുദ്ധ കലാപങ്ങളുടെയും ഹിന്ദുക്കൾ അടിച്ചമർത്തിയ ഒരു കാലമായിരുന്നു, അതിനെതിരെയുള്ള ഹിന്ദു സമൂഹത്തിന്റെ ചെറുത്തുനിൽപ്പിന്റെ കഥകൾ വളരെ മനോഹരമായി വിശദീകരിക്കുന്ന R.C. മജുംദാറിന്റെ 12ഓളം വോള്യങ്ങളുള്ള ഇന്ത്യൻ കൾച്ചറിനെ കുറിച്ച്, ഇന്ത്യൻ ജനതയുടെ ചരിത്രവും സംസ്കാരവും, ഹിസ്റ്ററി ആൻഡ് കൾച്ചർ ഓഫ് ഇന്ത്യൻ പീപ്പിൾ എന്ന് പറയുന്ന ഒരു പുസ്തകം. ആ പുസ്തകം ഈ ഒരു നറേഷൻ ബിൽഡ് ചെയ്യുന്നതിൽ വലിയ അർത്ഥത്തിലുള്ള സ്വാധീനം ചെലുത്തി എന്നതാണ്. നേരത്തെ പറഞ്ഞ മുഗൾ ചരിത്രത്തെ സവിശേഷമായി ഇന്ത്യയിലെ ഒരു മിഡീവൽ കാലഘട്ടത്തെ വളരെ സവിശേഷമായി ടാർഗറ്റ് ചെയ്യുന്ന K.S. ലാൽ എന്ന് പറയുന്ന സംഘപരിവാർ ഹിന്ദുത്വ സഹയാത്രികൻ, K.S. ലാലിന്റെ മിഡിൽ ഏജ്, പ്രത്യേകിച്ചും ഇന്ത്യയിലെ ഒരു മിഡിൽ ഏജിന്റെ മുഗൾ കാലഘട്ടത്തെ വളരെ സവിസ്തരം, അതിന്റെ വിശദാംശം നേരത്തെ പറഞ്ഞ സ്വഭാവത്തിൽ ഹിന്ദു വംശഹത്യ, അതേപോലെ തന്നെ അമ്പലങ്ങൾ, ക്ഷേത്രങ്ങൾ ധാരാളമായി കൊള്ളയടിച്ചതിന്റെ, ഹിന്ദു സ്ത്രീകളെ റേപ്പ് ചെയ്യുന്നതിന്റെ ഒരുപാട് വിശദാംശങ്ങൾ ഓരോ കാലഘട്ടത്തിലെയും ഏകദേശം ഔറംഗസീബ് ഈ മുഴുവൻ ആദ്യത്തെ മുതലിങ്ങോട്ട് മുഴുവൻ ഭരണാധികാരികളുടെയും വിശദാംശങ്ങളോട് കൂടി എങ്ങനെയാണ് അവതരിപ്പിച്ചതിന്റെ K.S. ലാൽ അദ്ദേഹത്തിന്റെ മൊത്തം ഒരു ചരിത്രരചന, അദ്ദേഹത്തിന്റെ ഒരു സമയം മുഴുവൻ, അദ്ദേഹത്തിന്റെ മുഴുവൻ പുസ്തകങ്ങളിലും മിഡീവൽ ഇന്ത്യയെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയ വലിയ സ്വഭാവത്തിലുള്ള എഫേർട്ടുകൾ ഈ ഒരു നറേഷൻ ബിൽഡ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നതാണ്. അവസാനിപ്പിച്ചുകൊണ്ട് പറയുന്നത് 1960കളിലാണ്
ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റീറൈറ്റിംഗ് ഇന്ത്യൻ ഹിസ്റ്ററി, PN ഓക്ക്, പുരുഷോത്തം നാഗേഷ് ഓക്ക് എന്ന് പറയുന്ന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സംഘപരിവാർ സഹയാത്രിക ഒരാൾ, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റീറൈറ്റിംഗ് ഇന്ത്യൻ ഹിസ്റ്ററിയെ എന്താ പറയുക തിരുത്തി എഴുതാൻ വേണ്ടിയിട്ടൊരു സ്ഥാപനം ഇന്ത്യയിൽ ഉണ്ടാവുന്നുണ്ട്. ആ സ്ഥാപനത്തിന് കീഴിൽ നടക്കുന്ന വലിയ പ്രവർത്തനങ്ങൾ പിന്നീട് ഇപ്പോൾ നിലവിലടക്കം നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് സംവാദങ്ങൾ എങ്ങനെയാണത് അത് പഠന സ്വഭാവത്തിൽ സഹായിക്കുന്നത് എന്നതും ഒരു കേസ് സ്റ്റഡി എന്ന അർത്ഥത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ആ PN ഓക്കിന്റെ ഈ ഒരു സംവിധാനം, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടന്ന രചനകൾ വളരെ രസകരമാണ്. താജ്മഹൽ ഈസ് എ ടെമ്പിൾ പാലസ്, അല്ലെങ്കിൽ രജ്പുത് ടെമ്പിൾ പാലസ്. താജ്മഹൽ എന്ന് പറയുന്നത് തേജോ മഹൽ എന്ന് പറയുന്ന അതൊരു ടെമ്പിൾ പാലസ് ആണ് എന്ന അതേ ടൈറ്റിലിൽ 1970-കളിൽ PN ഓക്കിന് പുസ്തകമുണ്ട്. അതേപോലെ തന്നെ ഡൽഹീസ് റെഡ് ഫോർട്ട് ഈസ് എ ലാൽ കോട്ട്, PN ഓക്കിന്റെ തന്നെ പുസ്തകമാണ്. എന്നല്ല അതിന്റെ ഒരു മസ്ജിദുകളെ കുറിച്ചുള്ള മസ്ജിദ് കയ്യേറ്റങ്ങളുടെ ഒരാഴവും പരപ്പും നമുക്ക് മനസ്സിലാവുന്നതിനെ കുറിച്ച്, അല്ലെങ്കിൽ മനസ്സിലാവുന്ന ഒരു ഉദാഹരണം ഇതേ PN ഓക്കിന്റെ പുസ്തകങ്ങൾ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റീറൈറ്റിംഗ് ഇന്ത്യൻ ഹിസ്റ്ററി, അതിന് കീഴിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട പുസ്തകങ്ങളിലൊന്ന്, ഇതേ PN ഓക്കിന്റെ തന്നെ പുസ്തകങ്ങളിലൊന്ന്, ഇന്ത്യൻ ക്ഷത്രിയാസ് വൺസ് റൂൾഡ് ഫ്രം ബാലി ടു ബാൽറ്റിക് ആൻഡ് കൊറിയ ടു കഅബ എന്ന് പറഞ്ഞാൽ അതിലെ ആ പുസ്തകത്തിൽ പ്രധാനപ്പെട്ട ആരോപണങ്ങളിലൊന്ന് കഅബ, മുസ്ലിങ്ങളുടെ കേന്ദ്രങ്ങളിലൊന്ന് കഅബ നേരത്തെ ഒരു ശിവക്ഷേത്രമായിരുന്നു. ആ പ്രദേശങ്ങൾ ഉൾപ്പെടെ ഇന്ത്യയിലെ ക്ഷത്രിയ ഭരണകൂടം അവര് ഭരിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അന്നത്തെ കാലത്തെ ശിവക്ഷേത്രമായിരുന്നു കഅബ എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങൾ, ആർഗ്യുമെന്റുകൾ പുസ്തകങ്ങളായിട്ട് 1960-കൾ, 70-കൾ, 80-കളിൽ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റീറൈറ്റിംഗ് ഇന്ത്യൻ ഹിസ്റ്ററിയുടെ കീഴിൽ PN ഓക്കിനെ പോലെയുള്ള ധാരാളം സ്കോളേഴ്സിനെ വെച്ചിട്ട് ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നതുകൂടിയാണ് ചരിത്രം പറയുന്നത്. ഇതുകൂടി ഈ ഒരു യാഥാർത്ഥ്യങ്ങൾ കൂടി വെച്ചുകൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും ഞാൻ ഈ ഓറൽ ഹിസ്റ്ററിയുടെ കാര്യം പറയുന്നുണ്ട്. ഇത് ഇന്ത്യയുടെ ഒരു പശ്ചാത്തലത്തിൽ മുഗളന്മാരുടെ ഭരണത്തെ പരമാവധി പൈശാചികവൽക്കരിക്കുക, മുഗളന്മാർ തെറ്റായി മനസ്സിലാക്കുക, മുഗളന്മാർ അമ്പലം ക്ഷേത്രങ്ങൾ തകർത്തു, ഹിന്ദു വിരുദ്ധ കലാപങ്ങൾ നടത്തി, പ്രാദേശികമായ ചെറുത്തുനിൽപ്പുകളുണ്ടായി. ഇതിന്റെ പ്രാദേശികമായ വകഭേദങ്ങൾ കേരളത്തിലടക്കം രൂപപ്പെട്ടു വരുന്നുണ്ട് എന്നത് കൂടിയാണ്. നമുക്കറിയാവുന്ന പുസ്തകമാണ് തകർക്കപ്പെട്ട ക്ഷേത്രങ്ങൾ, ദിനേശ് തിരൂർ, അദ്ദേഹത്തിന്റെ തകർക്കപ്പെട്ട ക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞിട്ട് വാള്യങ്ങൾ പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള പുസ്തകങ്ങളുണ്ട്. ഏകദേശം 25ഓളം ക്ഷേത്രം, ഒന്നാം വാള്യത്തിൽ 25ഓളം ക്ഷേത്രങ്ങളുടെ ചരിത്രം പറയുന്നുണ്ട്. കേരളത്തിൽ തകർക്കപ്പെട്ട ക്ഷേത്രങ്ങളുടെ ചരിത്രമാണ് ആ പുസ്തകത്തിന്റെ ഒരു ഫ്രെയിം വർക്ക്. അതെങ്ങനെയാണ് ആ പുസ്തകം വികസിക്കുന്നതെന്ന് നമ്മൾ പഠിച്ചു നോക്കിയാൽ, അതിൽ മുഴുവൻ പുസ്തകവും വായിക്കാൻ 2-3 ക്ഷേത്രങ്ങളുടെ ഒരു ചരിത്രം പഠിച്ചു നോക്കിയാൽ 2 അടിസ്ഥാനങ്ങളാണ് ആ പുസ്തകം മുന്നോട്ട് വെക്കുന്നത്. അതിലൊന്ന് മിക്കവാറും ആദ്യം പറയുന്ന 3 ക്ഷേത്രങ്ങൾ, ഒന്ന് തളി ശിവക്ഷേത്രം, അങ്ങാടിപ്പുറം തിരുനാവായ ക്ഷേത്രം, ഇങ്ങനെയൊക്കെയുള്ള കേരളത്തിലെ ക്ഷേത്രങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ ഫ്രെയിം വർക്ക്, അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു ചട്ടക്കൂട് എന്ന് പറയുന്നത്, നേരത്തെ ഇന്ത്യയിൽ നമ്മൾ പറഞ്ഞ സ്വഭാവത്തിൽ മുഗളന്മാരുടെ ചരിത്രമാണ് എങ്കിൽ കേരളത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ ടിപ്പു സുൽത്താന്റെ പടയോട്ട കാലത്താണ് കേരളത്തിലെ ഇത്തരത്തിലുള്ള എല്ലാ ക്ഷേത്രങ്ങളും തകർക്കപ്പെട്ടത് എന്ന പൊതുവായ ഒരു നറേറ്റീവ് ആ പുസ്തകത്തിൽ രൂപപ്പെടുന്നുണ്ട് എന്നതാണ്. രണ്ടാമത്തെ ചരിത്രരചന രീതിശാസ്ത്രം സംബന്ധിച്ചിടത്തോളം എന്താണ് ഇത്തരത്തിലുള്ള വിവരങ്ങളുടെ അടിസ്ഥാനം എന്ന് ചോദിച്ചാൽ, അത് നേരത്തെ പറഞ്ഞ മിത്തോളജിയെ എങ്ങനെയാണ് ഹിസ്റ്ററി ആയിട്ട്, ആധികാരികമായ ചരിത്ര സോഴ്സുകളായിട്ട് ഉപയോഗിക്കുന്നതിന്റെ മികച്ച കേസ് സ്റ്റഡി കൂടിയാണ് ഈ ഇത്തരത്തിലുള്ള വർക്കുകൾ എന്ന് പറയുന്നത്. തദ്ദേശീയര ആളുകൾ പറഞ്ഞു കേട്ട കഥകൾ, അവരവരുടെ മുമ്പത്തെ തലമുറയിൽ നിന്ന് കേട്ട കഥകൾ, ആ കഥകളും ടിപ്പു സുൽത്താൻ, ഹൈദർ ഇവർക്കെതിരെയുള്ള ഭയങ്കരമായ വംശീയമായ ഒരു ബോധ്യവും, ഇത് രണ്ടും ചേർത്തുകൊണ്ട് എങ്ങനെയാണ് കേരളത്തിൽ വലിയ തോതിൽ, പ്രത്യേകിച്ചും മലബാർ സമരകാലത്ത്, അതിനു മുമ്പുള്ള ടിപ്പുവിന്റെ കാലം, ഈ കാലങ്ങളിലൊക്കെ മലബാർ കേന്ദ്രീകരിച്ച് ധാരാളം ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടിട്ടുണ്ട് എന്ന ഇന്ത്യയുടെ ഒരു കോണ്ടെക്സ്റ്റിൽ എങ്ങനെയാണോ ഹിന്ദുത്വ ചരിത്രകാരന്മാർ ഇതിനെ വിശദീകരിക്കുന്നത്, അതിന്റെ ഒരു കേരളീയമായ ഒരു വകഭേദ സ്വഭാവത്തിൽ ചില ശ്രമങ്ങൾ കാണുവാൻ കഴിയുന്നുണ്ട്. അഥവാ ഇതിന്റെ അടിസ്ഥാനങ്ങൾ പല സ്വഭാവത്തിൽ ഒന്നായിരുന്നു എന്നതാണ് ഇത്തരം സംഗതികൾ സൂചിപ്പിക്കുന്നത്. മസ്ജിദുകളുമായി ബന്ധപ്പെട്ട് ധാരാളം മസ്ജിദുകൾ, ഇതിനുശേഷവും 3000-ഓളം പള്ളികളുടെ ലിസ്റ്റ് സംഘപരിവാർ സംവിധാനങ്ങൾ തന്നെ 2003 അവർ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അതിൽ ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട അജ്മീർ ദർഗയുണ്ട്, ചാർമിനാർ മസ്ജിദിനെ കുറിച്ച് ഇത്തരം ആരോപണങ്ങളുണ്ട്. അതേപോലെ തന്നെ ധാരാളം മോണ്യുമെന്റുകളെ കുറിച്ച്, കുത്തബ് മിനാറിനെ കുറിച്ച്, താജ്മഹലിനെ കുറിച്ചൊക്കെ ഉള്ള ഈ സ്വഭാവത്തിലെ ധാരാളം ആർഗ്യുമെന്റുകളുണ്ട്. സംഘപരിവാറിന്റെ ഒരു മസ്ജിദ്, ഗ്യാൻവാപ്പി, മധുര, ബാബരി മസ്ജിദുകളുടെ ഒരു ടൈം ലൈൻ, അതിന്റെ പ്രവർത്തന രൂപവും പഠിച്ചു നോക്കിയാൽ ഒരേ സമയം വളരെ കൃത്യമായ 1960-കളിലാണ് PN ഓക്കിന്റെ നേതൃത്വത്തിൽ ഈ സ്വഭാവത്തിൽ ലിറ്ററേച്ചർ ഉണ്ടാവുന്നത്. ഗ്യാൻവാപ്പിയെ കുറിച്ച്, അതല്ലെങ്കിൽ താജ്മഹലിനെ കുറിച്ച്, ഈവൻ കഅബയെ കുറിച്ച് പോലുമുള്ള പല സ്വഭാവത്തിലുള്ള ലിറ്ററേച്ചർ പ്രൊഡക്ഷൻ ഒരു ഭാഗത്ത് നടക്കുകയാണ്. അതേസമയം തന്നെ പ്രാദേശികമായിട്ട് കോടതികൾ കേന്ദ്രീകരിച്ച് വളരെ കൃത്യമായ നിയമപരമായ നീക്കങ്ങൾ നടക്കുകയാണ്.
ഇതോടൊപ്പം സംഘപരിവാർ തങ്ങളുടെ രാഷ്ട്രീയ സംവിധാനങ്ങൾ ഉപയോഗിച്ച് വളരെ പ്രായോഗികമായ കർസേവ ഉൾപ്പെടെയുള്ള പള്ളി പിടിച്ചടക്കുന്ന ഉൾപ്പെടെയുള്ള പ്രായോഗികമായ പല സ്വഭാവത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒരേ സമയം നിർവഹിച്ചുകൊണ്ട് ഒരു തരത്തിലുള്ള ഒരു മിത്തിനെ എങ്ങനെയാണ് വളരെ ആളുകൾക്ക് അക്സെപ്റ്റബിൾ ആയ, ആളുകൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാവുന്ന ഒരു സ്വഭാവത്തിലേക്ക് എത്തിക്കുന്നതിന്റെ മികച്ച ഉദാഹരണങ്ങളാണ് ഈ 3 മസ്ജിദുകളുടെ ഒരു ചരിത്രം, അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന തർക്കങ്ങളും അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കോടതി വ്യവഹാരങ്ങളും. ഏതെങ്കിലും ഒരു മസ്ജിദിൽ മാത്രം, അതല്ലെങ്കിൽ 2-3 മസ്ജിദുകൾ പരിമിതമല്ല എന്ന് വളരെ വിശാലമായ ഒരു പ്രൊജക്ടിന്റെ, വളരെ കൃത്യമായ അടിസ്ഥാനങ്ങളുടെ ഒരു പ്രൊജക്ടിന്റെ ഭാഗമാണിത് എന്ന് മനസ്സിലാക്കുക കൂടി വളരെ പ്രധാനമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.